രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലെ ധർമ്മപദം 14ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കാണണം എന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ്. സബ്സ്ക്രൈബ് പുതിയതായി ചെയ്തിട്ടുള്ളവരെ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് നിങ്ങളുടെ കൈകളിലെത്തും. ചൊവ്വാഴ്ച കൃഷ്ണൻ്റെ കാമുകിയായ രാധ, രാധയുടെ ജീവിതകഥ അടുക്കിന് രാധയുടെ പ്രണയം 95 എപ്പിസോഡ് കഴിഞ്ഞു. ബുധനാഴ്ച ശ്രീബുദ്ധൻ്റെ ജീവിതകഥ, വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ്, വെള്ളിയാഴ്ചയാണ് മോക്ഷത്തിൻ്റെ താക്കോലായ ധർമ്മപദം ശ്രീബുദ്ധൻ എഴുതിയ ധർമ്മപദത്തിൻ്റെ ക്ലാസ്സാണ്. അതേ കണക്ക് ഇതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഏതാണ്ട് 14-15 എപ്പിസോഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടാൽ മതി. ജ്യോതിഷപരമായ കാര്യങ്ങൾ, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ജാനുവരി, ഫെബ്രുവരി, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണുക. സംശയമുള്ളവർ, ജ്യോതിഷപരമായി കാര്യങ്ങൾ അറിയേണ്ടവർ, എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9645333999 എന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും ജ്യോതിഷ ഉപദേശമെന്ന് പറയുന്നത്. അതേ കണക്ക് നിങ്ങൾ അഷ്ടാവക്ര ഗീതയുണ്ട്, നിശ്ചയമായും അഷ്ടാവക്ര ഗീത കാണണം. അത് കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ്.
പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് പ്ലേലിസ്റ്റിനകത്ത്. മീരയുടെ കഥയുണ്ട്. അതേ കണക്ക് തന്നെ ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു, തീർച്ചയായിട്ടും കാണണേ. അതേപോലെ ഹേയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. ഈ 2 വീഡിയോയും നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കണം. പ്രണയം എങ്ങനെ വിജയത്തിലെത്താം, അതിന് പിന്നെ അത് പ്രണയിക്കുന്ന സ്ത്രീകൾ മാത്രമല്ല പെൺമക്കളുള്ള എല്ലാ അച്ഛനും അമ്മയും അത് കണ്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുമല്ലോ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം മണിപത്മേ ഹും. ഓം രാധായേ സ്വാഹാ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണിയമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മ കി ജയ്. ബുദ്ധൻ്റെ ധർമ്മപദം. ഈ ധർമ്മപദത്തിൻ്റെ ശ്ലോകങ്ങൾ പ്രത്യേകമായിട്ട് ലാസ്റ്റ് ഒരു വീഡിയോ ആക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നിശ്ചയമായും നോക്കി ഒരു ബുക്കിനകത്ത് എഴുതിയെടുത്താൽ മതി. ഇനി നിങ്ങൾ എന്താണ് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ബുദ്ധൻ പറയുന്നത്. അപ്പോൾ എന്താണ് ബുദ്ധൻ പറയുന്നത്? ശരീരമെന്നത് തിരമാലയിലെ നുരയായി. ശരീരമെന്നത് തിരമാലയിലെ നുരയായി, നിഴലിൻ്റെ നിഴൽ മാത്രമായി. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിഴലിൻ്റെ നിഴൽ മാത്രമായി അറിയുക. ആഗ്രഹങ്ങളുടെ പുഷ്പശരങ്ങളെ കണ്ടറിയുക. ആഗ്രഹങ്ങളുടെ പുഷ്പശരങ്ങളെ കണ്ടറിയുക. മൃത്യുരാജനിൽ നിന്നും രക്ഷ പ്രാപിക്കുക. ഇനി സഞ്ചാരം തുടങ്ങുക. വളരെ പ്രധാനപ്പെട്ടതാണ്. ശരീരമെന്നത് തിരമാലയിലെ നുരയായിട്ടറിയണമെന്ന്. നുരയായി എന്ന് മാത്രവുമല്ല, ഈ ശരീരം എന്താണെന്ന് നിഴലിൻ്റെ നിഴൽ മാത്രമായി അറിയുക. ഇനിയോ ആഗ്രഹങ്ങളുടെ പുഷ്പശരങ്ങളെ കണ്ടറിയുക. പുഷ്പശരം കൊള്ളുമ്പോൾ മനോഹരമാണ്, പക്ഷേ കുഴപ്പമാണ്. മൃത്യുരാജനിൽ നിന്നും രക്ഷ പ്രാപിക്കുക. ഇനി സഞ്ചാരം തുടങ്ങുക. ഇംഗ്ലീഷ് അൺസ്റ്റാൻഡ്, നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയും, അതല്ല അൺസ്റ്റാൻഡ് എന്നാണ് അതിൻ്റെ യഥാർത്ഥ പ്രൊനൗൺസിയേഷൻ. അൺസ്റ്റാൻഡ് ദാറ്റ് ദ ബോഡി ഈസ് മിയർലി ദ ഫോം ഓഫ് എ വേവ്, ദ ഷാഡോ ഓഫ് എ ഷാഡോ. കണ്ടോ, നിഴലിൻ്റെ നിഴല്, ദ ഷാഡോ ഓഫ് എ ഷാഡോ. Snap the flower arrows of desire and then escape the king of death. അതായത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് ഈ ശരീരമെന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയ ബുദ്ധൻ ശരീരമെന്നത് നീയല്ല, ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് മണ്ടത്തരമാണെന്ന് നമ്മളെ മനസ്സിലാക്കിപ്പിക്കാൻ ബുദ്ധനും അമിതമായ പ്രാധാന്യം കൊടുക്കുന്നു. അപ്പം ശരീരത്തിന് പ്രാധാന്യമില്ല എന്ന് പല വിധത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്താനായി ബുദ്ധൻ പല പല ശ്ലോകങ്ങൾ ഉപയോഗിക്കുകയാണ്. അപ്പം ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ഈ ശരീരം ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. അപ്പം എൻ്റെ ഈ ശരീരം ഒരു താൽക്കാലിക പ്രതിഭാസമാണ്. എനിക്ക് കിട്ടിയ ഈ ശരീരം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. മനസ്സിലല്ലേ? ഈ കൈയും ഈ കാലും ഈ മാംസവും ഒന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഒട്ടും ഉണ്ടാകാനും പോകുന്നില്ല. ദിലീപ് കുമാറിന് ലഭിച്ചിരിക്കുന്ന ഈ ശരീരം ഇതിനു മുമ്പ് ലഭിച്ചിട്ടില്ല, ഇനി ലഭിക്കാനും പോകുന്നില്ല. ഇപ്പോഴത്തേക്ക് മാത്രമാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ ശരീരം എന്ത് ചെയ്യും? ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ ഇതിനെ ബുദ്ധൻ പറയുന്നത് ശ്രദ്ധിച്ചോട്ടോ, നിങ്ങളുടെ ഈ ശരീരം എന്നത്
നിങ്ങളുടെ ശരീരം മനോഹരം എന്ന് നിങ്ങൾ കരുതുന്നത് കടപ്പുറത്ത് പോയാൽ തിരമാല കാണും. തിരമാലയിലെ നുര പോലെയാണ്. നിങ്ങൾ തിരമാലയ്ക്കകത്തിങ്ങനെ നുരയും പതയും നിൽക്കുന്നത് കാണാം. നിങ്ങൾ ഉച്ചയ്ക്ക് ഒരു 12 മണിക്കും 2 മണിക്കും ഇടയ്ക്കാണ് കടപ്പുറത്ത് നിൽക്കുന്നതെങ്കിൽ സൂര്യരശ്മി വന്ന് തിരമാലകളിൽ പതിച്ചു കഴിയുമ്പോൾ അവിടെ മഴവില്ല് രൂപപ്പെടുന്നത് കാണാം. നല്ല രസമാണ്. അത് കണ്ടിട്ട് നിങ്ങൾ ഓടിച്ചെന്ന് ആ തിരമാലയെ കൈകളിലേക്കെടുത്തേ. വളരെ പെട്ടെന്ന് ആ നുര എന്ത് ചെയ്യുന്നത് കാണാം, അപ്രത്യക്ഷമാവുകയും അവിടെ കൈയുടെ നനവ് മാത്രം കാണുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരം ഈ തിരമാല പോലെയാണ്. ഇത് ചില ഘട്ടങ്ങളിൽ സുന്ദരമായി തോന്നും, പ്രത്യേകിച്ചും യൗവന ഘട്ടങ്ങളിൽ. ഒരു നിമിഷം ഇല്ല തിരമാല അപ്രത്യക്ഷമാകുന്നത് പോലെ നമ്മുടെ ശരീരവും അപ്രത്യക്ഷമാകും. തിരമാല അപ്രത്യക്ഷമാകുമ്പോൾ അവിടെ നനവ് ശേഷിക്കുന്നത് പോലെ നമ്മുടെ ശരീരം അപ്രത്യക്ഷമാകുമ്പോൾ ഹിന്ദു ആണെങ്കിൽ അവിടെ കത്തിച്ച് ചാമ്പലായി ആ ഭസ്മം ശേഷിക്കും. മനസ്സിലായി? അല്ല കുഴിച്ചിടുന്നവരാണെങ്കിൽ ആ ശരീരം അളിഞ്ഞു ചേർന്നിട്ട് അതിന് വളമായി പുഴുക്കൾക്കിതായിട്ട് ആ അവശേഷിക്കുന്ന കുറെ അസ്ഥികളും മറ്റും മാത്രമായിട്ട് എന്ത് ചെയ്യും, പിന്നെ അവശേഷിക്കും. അപ്പോൾ ബുദ്ധൻ പറയുന്നു, ശരീരം പുറമേ നിന്ന് നോക്കാൻ മനോഹരമാണ്, പക്ഷേ അത് ഏതുപോലെ കടലിലെ തിരമാലയിലെ നുര ദൂരെ നിന്ന് നോക്കുമ്പോൾ എന്ത് മനോഹരമാണ്. പ്രത്യേകിച്ചും ഉച്ചയ്ക്കും പിന്നെ സൂര്യരശ്മി തട്ടുമ്പോൾ മഴവില്ല് വരുമ്പോൾ. പക്ഷെ അത് തീരാൻ പോവുകയാണ്. അതുപോലെ ഈ ശരീരം മനോഹരമാണ്. പക്ഷെ ഒന്ന് നിങ്ങൾ ഓർമ്മിക്കുക, ഈ ശരീരത്തിനകത്ത് നിങ്ങൾ വളരുന്നതിനോടൊപ്പം ഒരാളും കൂടെ വളർന്നു വരുന്നുണ്ട്. അയാളുടെ പേരാണ് മരണം. അപ്പം എൻ്റെ ശരീരം വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ ശരീരം വളരുന്നതിനനുസരിച്ച് ഒരാളും കൂടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുക. മരണം നിങ്ങൾ കാണുന്നില്ല. മരണം എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിൽ ഒളിച്ചിരിപ്പുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് സൂചനകൾ തരും. അതാണ് ജരാനരകളും വാർദ്ധക്യങ്ങളും രോഗങ്ങളും. ഞാൻ നിന്റെ ശരീരത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ എന്ന് എത്രയോ തവണ ഈ മരണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അത് രോഗങ്ങളായി വന്ന് ഓർമ്മിപ്പിക്കും, നരയായി വന്ന് ഓർമ്മിപ്പിക്കും, വാർദ്ധക്യമായി തൊലികൾ ചുളുങ്ങി ചന്തം പോയി പഴയ ആരോഗ്യമില്ലാതെ സൂചിപ്പിക്കും. പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല. നമ്മുടെ എഴുത്തച്ഛൻ പറഞ്ഞതുപോലെ ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിനാപരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ നേടുന്നു. പാമ്പിന്റെ വായ്ക്കകത്തിരിക്കുകയാണ് തവള. പാമ്പ് ആ വായെന്നടച്ചാൽ തവളയെ തീർന്നു, തവളയുടെ ആയുസ് തീർന്നു. പക്ഷെ അത് മനസ്സിലാക്കാതെ പാമ്പിൻ്റെ വായ്ക്കകത്തിരുന്നു കൊണ്ട് തവള ഇര പിടിക്കുകയാണ്. അതുപോലെ മരണത്തിൻ്റെ വായ്ക്കകത്തിരുന്ന് നമ്മൾ ഈ ജീവിതത്തിലെ സുഖങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഓർമ്മിക്കുക, മരണം വളർന്നുകൊണ്ടിരിക്കുന്നു. അവൻ സൂചനകൾ തരുന്നു. അത് കണ്ടിട്ട് നിങ്ങൾ സത്യം ദൈവം എന്തെന്ന് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുക തന്നെ വേണം. ഓർമ്മിക്കുക, നിങ്ങൾ ജനിച്ച ദിവസം തന്നെ നിങ്ങൾ മരിച്ചും തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ജനിച്ചു വീണ ദിവസം തന്നെ നിങ്ങളുടെ മരണദിനമാണ്. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു, ആ ഒരു കുട്ടി ജനിച്ചിട്ട് ഒരു ദിവസം പ്രായമായതേ ഉള്ളൂ, അപ്പോൾ അവൻ കുറച്ചു മരിച്ചു കഴിഞ്ഞു. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ഒരുത്തന് 100 സെന്റിമീറ്ററാണ് മരണമെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ മരണം 1 സെന്റിമീറ്റർ വളർന്നു. 2 ദിവസം കഴിയുമ്പം മരണം 2 സെന്റിമീറ്റർ വളർന്നു. 3 ദിവസം കഴിയുമ്പോൾ 3 സെന്റിമീറ്റർ വളർന്നു. 100-ാം ദിവസം ആകുമ്പോൾ 100 സെന്റിമീറ്ററായി മരണം നമ്മളെയും കൊണ്ടൊക്കെ പോകും. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകാൻ ആ സെന്റിമീറ്റർ പറഞ്ഞത്. അതുപോലെ ഒരു കുട്ടി ജനിച്ചു, ഒരു ദിവസമായി കഴിയുമ്പോൾ
അവൻ്റെ ശരീരത്തിലെ മരണം ഒരു ദിവസം വളർന്നു കഴിഞ്ഞു, 2 ദിവസമാകുമ്പോൾ അവൻ കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും അവൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജന്മദിനം എന്ന് പറയുന്നത് മരണദിനമായിട്ടാണ് സത്യത്തിൽ ആഘോഷിക്കേണ്ടത്. വ്യക്തമാക്കി തരാം. നിങ്ങൾക്ക് 60 വയസ്സ്, നിങ്ങൾ 60-ാം ജന്മദിനം ആഘോഷിക്കുന്നു, ഷഷ്ടി പൂർത്തി എന്ന പേര് വിളിക്കുന്നു. നോക്കൂ, നിങ്ങൾ മരിക്കാൻ തുടങ്ങിയിട്ട് 60 വർഷമായി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മരണത്തിൻ്റെ ഗ്രാഫ് ഉയർന്നുയർന്ന് വരികയാണ്. ആ 60-ൽ എത്തിക്കഴിഞ്ഞു, അവൻ ഒരുവിധം നല്ല വളർന്നു കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ ശരീരത്തിലേക്ക് അവൻ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അതായത് നിങ്ങൾക്ക് ദൈവം 70 വർഷമാണ് ആയുസ് എന്ന് ഇരിക്കട്ടെ. 70 വർഷമാണ് നിങ്ങളുടെ ആയുസ്സെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 60 വയസ്സായെങ്കിൽ ഇനി 10 വർഷവും കൂടെ ഭൂമിയിൽ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഈ 60-ാം ഷഷ്ട്യബ്ദ പൂർത്തി ആഘോഷിക്കുമ്പോൾ സത്യത്തിൽ ഇത് മരണദിനമാണ്. നിങ്ങളുടെ മരണത്തോട് ഇങ്ങനെ തള്ളിക്കൊണ്ടു പോകുകയാണ്. നിങ്ങൾക്ക് 70 വയസ്സ് വരെയാണ് ആയുസ്സെങ്കിൽ 60 കഴിഞ്ഞാൽ ഇനി 10 വർഷവും കൂടെ നിങ്ങളെ ശേഷിക്കുന്നുള്ളൂ. നിങ്ങൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഭൂമിയിൽ 70 വർഷം വളരെ നിസ്സാരമാണ്. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ ആയുസ് കോടാനുകോടിയാണ്. നമുക്ക് മുമ്പ് എത്രയോ പേര് വന്നു, ഇനി നമുക്ക് ശേഷം എത്രയോ പേര് വരും. കോടാനുകോടിയിൽ 70 വർഷം എന്ന് പറയുന്നത് ആനയുടെ പുറത്ത് പറ്റിയിരിക്കുന്ന ഒരു ഉറുമ്പ് പോലെ അത്രയും നിസ്സാരമാണ്. അപ്പോൾ ബുദ്ധൻ പറയുന്നു, ഓർമ്മിക്കുക, നിന്റെ ശരീരത്തിൽ മരണം ഒളിച്ചിരിക്കുന്നു. അവൻ നിരവധി സൂചനകൾ നിനക്ക് തരുന്നു. ഞാൻ നിന്റെ ശരീരത്തിലുണ്ടെന്ന് കാണിക്കാൻ അവൻ രോഗമായി പ്രകടിപ്പിക്കുന്നു, അവൻ ജരാനരകളായി പ്രകടിപ്പിക്കുന്നു, തൊലികളും മറ്റും ചുളുങ്ങി വാർദ്ധക്യമായി പ്രകടിപ്പിക്കുന്നു. മനുഷ്യ, നിന്നെ ഞാൻ കൊണ്ടുപോകാൻ പോവുകയാണ്. നീ സത്യം എന്തെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ, ദൈവം എന്തെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ ഇനിയും നീ നിരവധി ഗർഭപാത്രത്തിൽ ചെന്ന് വീഴേണ്ടി വരും എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ കേൾക്കാതെ നിങ്ങൾ അതൊക്കെ വിസ്മരിച്ചിട്ട് ഇതുപോലെ മരണം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന മറ്റ് ശരീരങ്ങൾക്ക് അച്ഛനെന്നും അമ്മയെന്നും മക്കളെന്നും പേരിട്ട് ആ ആസക്തിയിൽ മുഴുകി പാഴാക്കുകയാണ് നിങ്ങളുടെ ജന്മം. അതുകൊണ്ട് ബുദ്ധൻ പറയുന്നു, നിങ്ങൾ ഇപ്പോൾ എന്താണോ ശേഖരിക്കുന്നത് അതൊക്കെ വെറും ചവറുകളാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഈ ചവറുകൾ മുഴുവൻ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വരും. നിങ്ങളിപ്പോൾ എന്താണ് ശേഖരിക്കുന്നത്? പണം ശേഖരിക്കുന്നു, ബഹുമതി ശേഖരിക്കുന്നു, അല്ലേ, അന്തസ്സ് ശേഖരിക്കുന്നു, പിന്നെയോ മക്കളുടെ സ്നേഹം ശേഖരിക്കുന്നു, ഭർത്താവിൻ്റെ സ്നേഹം, കാമുകൻ്റെ സ്നേഹം, കാമുകിയുടെ സ്നേഹം. പക്ഷെ ഇതിനെയൊക്കെ ചവറെന്നാണ് ബുദ്ധൻ വിളിക്കുന്നത്. കാരണം നിങ്ങൾ പോകുമ്പോൾ പണം കൊണ്ടുപോകാൻ പറ്റില്ല, ബഹുമതി കൊണ്ടുപോകാൻ പറ്റില്ല, മക്കളുടെ സ്നേഹം കൊണ്ടുപോകാൻ പറ്റില്ല. മക്കൾ പോലും കുറെ കഴിയുമ്പോൾ നിങ്ങളെ എന്ത് ചെയ്യുന്നു? വിസ്മരിക്കുന്നു, നിങ്ങളെ ഓർക്കുന്നത് പോലുമില്ല. ഓർമ്മിക്കുക, ശ്രീബുദ്ധൻ അതീവ സുന്ദരിയായ യശോദയെയും 1 ദിവസം പ്രായമായ മകനെയുമാണ് ഉപേക്ഷിച്ചു പോയത്. അപ്പോൾ ശ്രീബുദ്ധനെ തിരിച്ചു വിളിച്ചപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞത് എന്താണ്? ഞാൻ തിരിച്ചു വരാം, ഈ സന്യാസത്തിൽ നിന്ന് തിരിച്ചു വരാം, പക്ഷെ എനിക്കൊരു വാക്ക് തരണം. സുന്ദരിയായ യശോദയെയും എൻ്റെ കുഞ്ഞ് രാഹുലനെയും ഒരിക്കലും മരണം കൊണ്ടുപോകില്ല, അവർ സ്ഥിരമായി എന്നോടൊപ്പം വേണമെന്ന്. അങ്ങനെ വാക്ക് തരാൻ പറ്റുമോ? ഞാൻ തിരിച്ചു കൊട്ടാരത്തിലേക്ക് വന്നാലും ഒരു ദിവസം യശോദ മരിക്കും, രാഹുലൻ മരിക്കും, ഞാനും മരിക്കും. മരിച്ചു പോകുന്ന ഒരു വസ്തുവിന് വേണ്ടി സത്യം കണ്ടെത്താതെ അലയാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ബുദ്ധൻ പറയുന്നു, നിങ്ങൾ ഇപ്പോൾ ശേഖരിച്ചു വെക്കുന്നതെല്ലാം ചവറാണ്. പിന്നെ ഏതാണ് വില പിടിച്ച രത്നം? നിങ്ങൾ ഏത് നിമിഷവും, കാരണം നാളെ ഉണ്ടെന്ന് ഉറപ്പില്ല, ഇത് മനസ്സിലാക്കിയിട്ട് ദൈവത്തിലേക്ക് എത്താനുള്ള വഴി തേടുന്നവനാരോ അവനാണ് ബുദ്ധിമാൻ, അവനാണ് രത്നങ്ങൾ ശേഖരിച്ചു വെക്കുന്നവൻ. ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി
അദ്ദേഹം മരണാസന്നനായപ്പോൾ മന്ത്രിമാരെ വിളിച്ചിട്ടു പറഞ്ഞു, എൻ്റെ ശവപ്പെട്ടി കൊണ്ടുപോകുമ്പോൾ ആ ശവമഞ്ചത്തിൽ നിന്ന് എൻ്റെ 2 കൈകളും തുറന്നു പുറത്തേക്കിടണം. അപ്പൊ മന്ത്രിമാര് പറഞ്ഞു, ഇതെന്താണ് അങ്ങ് ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെ ഒരു പാരമ്പര്യം നമ്മൾ എവിടെയും കേട്ടിട്ടില്ലല്ലോ. ഈ ലോകത്ത് ആരും ഇങ്ങനെ ചെയ്തിട്ടുള്ളതായി നമ്മൾ കേട്ടിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് അങ്ങ് ഈ കിറുക്കനാശയം പറയുന്നത്? അപ്പൊ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, നോക്കൂ, ഞാൻ ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയവനാണ്. ഈ ലോകത്തിന്റെ 3/4 പങ്കും ഞാൻ കീഴടക്കി. എന്നോളം നേട്ടങ്ങൾ കൊയ്തവൻ ആരുമില്ല ഈ ഭൂമിയിൽ ഈ സമയത്ത്. പക്ഷേ ഞാൻ പോലും ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ശേഖരിച്ചു വെച്ച ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എന്തിനു പറയുന്നു? എന്നെ കാണണമെന്ന് എൻ്റെ മാതാവ് എത്ര നാളായി പറയുന്നു. അപ്പോഴൊക്കെ ഞാൻ അവരോട് പറഞ്ഞു, അമ്മേ ഉടനെ വരാം. പക്ഷേ ഈ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ ഇനിയും ഒരു 48 മണിക്കൂർ സഞ്ചരിക്കണം. അപ്പൊ ഡോക്ടർ പറഞ്ഞു 24 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ അലക്സാണ്ടർ പറഞ്ഞു, ഞാൻ ഇതുവരെ നേടിയതൊക്കെ കാൽക്കൽ വയ്ക്കാം, അല്പം നീട്ടിത്തരുമോ? ഡോക്ടർമാര് നിസ്സഹായരായി. അപ്പോൾ അലക്സാണ്ടർ പറഞ്ഞു, നോക്കൂ, എൻ്റെ അമ്മയെ കാണുക എന്ന ആഗ്രഹം പോലും ഉപേക്ഷിക്കേണ്ടി വരുന്നു. ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് ഇത് ജനങ്ങൾക്കൊരു സന്ദേശമാണ്. മഹാനായ ഈ ലോകം മുഴുവൻ കീഴടക്കിയ, ഈ ലോകത്തുള്ള ഒട്ടുമുക്കാൽ സമ്പത്തിൻ്റെയും ഉടമയായി മാറിയ, ആളുകൾ ബഹുമാന പുരസ്കരം നിന്ന അലക്സാണ്ടർ ചക്രവർത്തി എന്ന മഹാനായ ഈ ഞാൻ പോലും ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കാര്യമോ? ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ അലക്സാണ്ടർ ചക്രവർത്തി ഒരു അത്യാഗ്രഹിയായിരുന്നു, അധികാരഭ്രാന്തനായിരുന്നു. ലോകത്തിൻ്റെ ചക്രവർത്തിയാകണമെന്നാണ് ആഗ്രഹം. അദ്ദേഹം ലോകം ഏതാണ്ട് 3/4 പങ്ക് എന്ത് ചെയ്തു? കീഴടക്കുകയും ചെയ്തു. എന്നിട്ടും ആ ലോകത്തിൻ്റെ ചക്രവർത്തി പോയത് വെറും കൈയോടെയാണ്. പിന്നെ എൻ്റെയും നിങ്ങളുടെയും കാര്യം പറയണോ? ഇതിനാണ് ബുദ്ധിമാനായ അലക്സാണ്ടർ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അധികാരഭ്രാന്തനാണെങ്കിലും അദ്ദേഹത്തെ മഹാനായ അലക്സാണ്ടർ എന്ന് വിളിക്കുന്നത് പ്ലേറ്റോയുടെ ശിഷ്യരായിരുന്നു. അതുകൊണ്ട് തന്നെ ധർമ്മത്തിലും മറ്റു കാര്യത്തിലും നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കണ്ടില്ലേ, ഈ ഫിലോസഫി തന്നെ അദ്ദേഹം പറയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മഹാനായ അലക്സാണ്ടർ എന്ന് പറയുന്നത്. ഇനി ബുദ്ധൻ ഒരു വലിയ രഹസ്യം, ഒരു വലിയ സത്യം നിങ്ങളോട് വെളിപ്പെടുത്തുകയാണ്. രാധേ രാധേ ചാനൽ കാണുന്ന ഓരോ അനുഗ്രഹീതരായിട്ടുള്ളവരും ഞാൻ ഇനി പറയുന്നത് കേട്ടിട്ട് അത് അല്പമെങ്കിലും നടപ്പിലാക്കാൻ ശ്രമിക്കുക. മുഴുവൻ വേണ്ട, ഇല്ലെങ്കിൽ അടുത്ത ജന്മം അതിൻ്റെ ബാക്കി നിങ്ങൾക്ക് തുടരാൻ പറ്റും. ശ്രദ്ധിച്ചു കേട്ടോ. ബുദ്ധൻ പറയുകയാണ്, നിങ്ങൾ ശരീരബോധം ഉപേക്ഷിക്കണം. ഓക്കെ, ഇനി ഒരു വലിയ സത്യം പറയുന്നു. ബുദ്ധൻ പറയുന്നു, ദൈവം എന്നത് യാഥാർത്ഥ്യമാണ്. ദൈവം എന്നത് യാഥാർത്ഥ്യമാണ്, അതാണ് സത്യം. അപ്പൊ സത്യം കണ്ടെത്താൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം എന്നതിനെ കണ്ടെത്തുക. ദൈവം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ആരാധിക്കുന്ന അതല്ല, അത് ദേവന്മാരാണ്, അതിനും മുകളിലായിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ക്രിസ്ത്യൻസൊക്കെ യഹോവ എന്ന് വിളിക്കുന്നത്. ക്രിസ്തു പുത്രനാണ്. അപ്പൊ അതിനും മുകളിൽ ഒരു വലിയ ശക്തിയുണ്ട്. അതിനെ നിങ്ങൾക്ക് എന്ത് പേരും വിളിക്കാം. ഓർമ്മിക്കുക, ദൈവം എന്നത് യാഥാർത്ഥ്യമാണ്. ആ ദൈവത്തെയാണ് സത്യം എന്ന് വിളിക്കുന്നത്. ബുദ്ധൻ അതിനെ ധർമ്മം എന്ന് വിളിക്കുന്നു. അപ്പൊ ബുദ്ധൻ ധർമ്മം എന്ന് പറയുന്നത് ദേവന്മാർക്കും മുകളിലുള്ള ഒരു അപാര ശക്തിയായ ദൈവത്തെയാണ്. ഇനി ബുദ്ധൻ പറയുന്നത് കേട്ടോളനെ. ബുദ്ധൻ പറയുകയാണ്, ദൈവം എന്നത് യാഥാർത്ഥ്യമാണ്. ദൈവത്തിൻ്റെ നിഴലാണ് ആത്മാവ്. ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ഒരു നിഴല് കാണും. ആ നിഴലിന് വലിയ ഇതില്ല, നമ്മളെ കൂടെ ഒരു നിഴല് കാണും. അതുപോലെ ദൈവത്തിൻ്റെ നിഴലാണ് ആത്മാവ്, ആത്മാവിൻ്റെ നിഴലാണ് ശരീരം. അതാണ് ബുദ്ധൻ തൻ്റെ വരിയിൽ പറഞ്ഞത് നിഴലിൻ്റെ നിഴലാണെന്ന്. മനസ്സിലായോ? ബുദ്ധൻ്റെ ഈ ശ്ലോകത്തിനകത്ത് പറഞ്ഞില്ലേ, നിഴലിൻ്റെ നിഴലാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവം യാഥാർത്ഥ്യമാണ്. ദൈവത്തിൻ്റെ
നിഴലാണ് ആത്മാവ്. അപ്പൊ ആത്മാവിന് വലിയ പ്രാധാന്യം ബുദ്ധൻ കൊടുക്കുന്നില്ല. ബുദ്ധൻ പറയുന്നു അത് വെറും നിഴലാണ്, നിങ്ങൾ ആത്മാവിന്റെ പിന്നാലെ പായാതെ. ബുദ്ധൻ പറയുന്നു ദൈവത്തിന്റെ നിഴല് ആത്മാവ്. ആത്മാവിന്റെ നിഴലാണ് ആരെന്ന് പറയുന്നത് ശരീരം. ഇനി ബുദ്ധൻ പറയുന്നു ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ശരീരത്തിൽ നിന്നും ആത്മാവിലേക്ക് സഞ്ചരിക്കണം, എന്നിട്ട് ആത്മാവിൽ നിന്ന് ധർമ്മത്തിലേക്ക് സഞ്ചരിക്കണം. എന്ന് പറഞ്ഞാൽ ബുദ്ധൻ ധർമ്മം എന്ന് പറയുന്നത് ദൈവം അല്ലെങ്കിൽ സത്യത്തിലേക്ക് സഞ്ചരിക്കണം. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്നും ആത്മാവിലേക്കും ആത്മാവിൽ നിന്ന് ദൈവത്തിലേക്കും സഞ്ചരിക്കുക. അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അതാണ് അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ ബുദ്ധൻ ബോധോദയം കിട്ടിയപ്പോൾ താൻ കണ്ടെത്തിയ ഒരു വലിയ സത്യം വെളിപ്പെടുത്തുകയാണ്. ബുദ്ധൻ പറയുന്നു ഈ ശരീരം നിഴലിൻ്റെ നിഴലാണ്. ദൈവം സത്യം. ദൈവം നടന്നു പോകുമ്പോൾ, നമ്മൾ നടന്നു പോകുമ്പോൾ നിഴല് കാണും. അതുപോലെ ദൈവത്തിൻ്റെ നിഴല് ആത്മാവ്, ആത്മാവിൻ്റെ നിഴല് ശരീരം. ഇതാണ് ബുദ്ധൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി ശരീരത്തിൽ നിന്ന് ആത്മാവിലേക്ക് എങ്ങനെ സഞ്ചരിക്കാം, ആത്മാവിൽ നിന്ന് ദൈവത്തിലേക്ക് എങ്ങനെ സഞ്ചരിക്കാം, ആത്മാവിൽ നിന്ന് ദൈവത്തിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങൾ ജ്ഞാനോദയം കിട്ടിയവൻ അല്ലെങ്കിൽ ബുദ്ധൻ, അങ്ങനെ എത്തുന്ന ആരെയും ബുദ്ധൻ എന്ന് വിളിക്കാം. അതിന് ബുദ്ധൻ പറയുന്നു വളരെ ലളിതമാണ് എങ്കിൽ കഠിനവുമാണ്. അതായത് ശരീരത്തിൽ നിന്ന് ആത്മാവിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹത്തെ ഇല്ലാതാക്കിയാൽ മാത്രം മതി. ആഗ്രഹം ഇല്ലാതായി കഴിഞ്ഞാൽ വളരെ വേഗം നിങ്ങൾക്ക് ശരീരത്തിൽ നിന്നും എവിടേക്ക് എത്താൻ സാധിക്കും? ആത്മാവിലേക്ക്. ആഗ്രഹമില്ലാതായാൽ മതമില്ലാതായി. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതിനു വേണ്ടിയാണ് നിങ്ങൾ ഈ മതത്തിലും ദേവന്മാരിലും എല്ലാം ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്നത്. ആഗ്രഹത്തെ ഇല്ലാതാക്കുക. എന്താണ് ആഗ്രഹം? ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇരിക്കുന്ന ആർക്ക് പറയാം? ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും പറഞ്ഞേ, ആഗ്രഹം എന്നാൽ എന്താണ്? ആഗ്രഹം എന്നാൽ കൂടുതൽ നേടുക, ഉള്ളതിനേക്കാൾ കൂടുതൽ നേടുക എന്നതിനെയാണ് എന്ത് പേര് വിളിക്കുന്നത്? ആഗ്രഹം. ആ ആഗ്രഹം, അതായത് ഇപ്പൊ പണം ഉണ്ടെങ്കിൽ കുറെ കൂടെ പണം വേണം. അധികാരമുണ്ടെങ്കിൽ MLA ആണെങ്കിൽ മന്ത്രിയാകണം, മന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രിയാകണം. ഒരു ഓഫീസിൽ LD ക്ലർക്കായിട്ട് കയറിയാൽ UD ക്ലർക്കാകണം. പിന്നെ അതിനും വേണ്ടി പ്രമോഷൻ വേണം. ആഗ്രഹങ്ങൾ എന്തായി മാറുന്നു? അത്യാഗ്രഹമായി മാറുന്നു. ഈ ആഗ്രഹത്തിന്റെ ബൈ പ്രോഡക്റ്റാണ് അസൂയ. അപ്പൊ ശരീരത്തിൽ നിന്നും ആത്മാവിലേക്ക് എത്താനുള്ള തടസ്സം ആഗ്രഹവും ആഗ്രഹത്തിന്റെ ബൈ പ്രോഡക്റ്റായ അസൂയയുമാണ്. എന്തുകൊണ്ട്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തുണ്ടായാലും ശരി, മറ്റു ചിലർക്ക് അതിൽ കൂടുതൽ കാണും. ഈ ലോകത്തുള്ള എല്ലാം ലഭിച്ചിട്ടുള്ള ഒരു മനുഷ്യനും ഇല്ല. നിങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ മറ്റൊരാൾക്കുണ്ടാകാം. ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ, കോടീശ്വരൻ, പക്ഷെ അയാൾക്ക് ചിലപ്പം സൗന്ദര്യം കാണില്ല. അയാൾ റോഡിൽ നിൽക്കുന്ന ഒരു യാചകനെ കാണുമ്പോൾ എന്തൊരു ചന്തം, അവൻ യാചകനാണ്, പക്ഷെ അവന് നല്ല രസം അവനെ കാണാൻ. അവൻ്റെ മുഖം കാണാൻ എന്ത് രസം, അവൻ്റെ ശരീരത്തിന് എന്ത് ഭംഗി, അതെനിക്ക് കിട്ടിയില്ലല്ലോ. കണ്ടില്ലേ, ലോകത്തെ ഏറ്റവും വലിയ പണക്കാരന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറെ കൂടെ കൂടുതൽ കിട്ടണമെന്ന് തോന്നി, ആ സൗന്ദര്യം. അപ്പോൾ അയാൾക്ക് ആ യാചകനോട് അസൂയ തോന്നി. ഈ അസൂയ ആഗ്രഹത്തിൽ നിന്നുണ്ടായതാണ്. ഇത് നിങ്ങൾക്ക് ശരീരത്തിൽ നിന്ന് ആത്മാവിലേക്ക് സഞ്ചരിക്കുന്നതിന് തടസ്സമാകുന്നു. അപ്പോൾ ഒരു ചക്രവർത്തിയിൽ പോലും അസൂയ ഉണ്ടാക്കാൻ ആർക്ക് സാധിക്കും? ഒരു യാചകന് സാധിക്കും. നെപ്പോളിയന് 5 അടി 5 ഇഞ്ച് ഉയരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നെപ്പോളിയൻ എപ്പോഴും ഭയങ്കര അപകർഷതാബോധം കോംപ്ലക്സ് ആണ്. കാരണം നെപ്പോളിയൻ്റെ കൂടുള്ളത് പട്ടാളക്കാരും ജനറൽമാരുമാണ്. അവർക്കൊക്കെ നല്ല പൊക്കമുണ്ട്. അതുകൊണ്ട് ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ നെപ്പോളിയൻ ഒരു പീഠമിട്ടിട്ട് അതിൻ്റെ പുറത്താണ് നെപ്പോളിയൻ നിൽക്കുന്നത്. ഒരു ദിവസം നെപ്പോളിയൻ
ചുമരിൽ തൻ്റെ ക്ലോക്ക് ഒന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പൊക്കമില്ലാത്തത് കൊണ്ട് എത്തുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിൻ്റെ അംഗരക്ഷകൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഉറപ്പിച്ചു തരാം, എനിക്ക് അവിടെ എത്തും, എനിക്ക് പൊക്കമുണ്ട്. ഇത് കേട്ടതും നെപ്പോളിയന് കലശലായ കോപം വന്നു. നെപ്പോളിയൻ പറഞ്ഞു, വിഡ്ഢി, ആര് പറഞ്ഞു നിനക്ക് പൊക്കമുണ്ടെന്ന്? നിന്റെ ശരീരം അല്പം നീണ്ടെന്ന് മാത്രം, അല്ലാതെ നിനക്ക് എന്താണുള്ളത്? ഇനി പൊക്കമെന്ന വാക്ക് നീ ഉച്ചരിച്ചു പോകരുത്. പാവം അംഗരക്ഷകൻ ഭയന്നുപോയി. കണ്ടില്ലേ, നെപ്പോളിയൻ മഹാചക്രവർത്തിയാണ്, പക്ഷെ തനിക്കില്ലാത്ത ഒന്ന് അംഗരക്ഷകനുണ്ട്. അതോടുകൂടി നെപ്പോളിയനിൽ അസൂയ വന്നു. ഇതുപോലെ നമ്മുടെ ജവഹർലാൽ നെഹ്റു 5 അടി 5 ഇഞ്ചല്ലേ ഉള്ളൂ. ജവഹർലാൽ നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും 5 അടി 5 ഇഞ്ചാണ്. അപ്പോൾ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുമ്പോൾ അവസാനത്തെ വൈസ്രോയി ആയ മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. അദ്ദേഹത്തിന് നല്ല പൊക്കമുണ്ട്. അതുകൊണ്ട് നെഹ്റു എന്താ ചെയ്തത്? ഒരു പീഠമിട്ടിട്ട് അതിൻ്റെ പുറത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്? സത്യപ്രതിജ്ഞാവാചകം ചൊല്ലുന്നത്. അപ്പോൾ ആഗ്രഹം, എനിക്ക് പൊക്ക കൂടുതൽ വേണമെന്ന ആഗ്രഹം, അതാണ് നെപ്പോളിയന്. അംഗരക്ഷകനിൽ പോലും തന്നേക്കാൾ എത്രയോ ചെറുതാണ്, അയാളിൽ പോലും അസൂയ ഉണ്ടാക്കി. അസൂയയെ സംബന്ധിച്ച് മനോഹരമായ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് അസൂയയും ആഗ്രഹവും തമ്മിലുള്ള ബന്ധം. ഗോൾഡൻ സ്റ്റീനും വിൻസ്ബർഗും രണ്ടുപേരും കൂട്ടുകച്ചവടം നടത്തുന്നവരാണ്. അതായത് ബിസിനസ് പാർട്ട്നേഴ്സാണ്. ഒരു ദിവസം ഗോൾഡൻ സ്റ്റീനെ എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ ഒരു മരങ്ങളുടെ ഇടയിലൂടെ നടന്നു പോവുകയാണ്, കുറേ വൃക്ഷങ്ങൾ. അപ്പോൾ ഗോൾഡൻ സ്റ്റീൻ ഒരു യക്ഷിയമ്മയെ കണ്ടു. അപ്പോൾ ഇയാൾ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ യക്ഷിയമ്മയെ ഇയാൾ വന്നിച്ചപ്പോൾ യക്ഷിയമ്മ സന്തോഷിച്ച് പറഞ്ഞു, നിനക്ക് ഞാൻ 3 വരങ്ങൾ തരാം. പക്ഷെ ഒരു കാര്യം, നീ എന്താഗ്രഹിക്കുന്നുവോ അതിൻ്റെ ഇരട്ടി നിന്റെ ബിസിനസ് പങ്കാളിയായ വിൻസ്ബർഗിന് കിട്ടും. അപ്പോൾ ഇയാൾ വിചാരിച്ച് എന്തെങ്കിലും ആകട്ടെ. അപ്പോൾ ഇയാൾ ആ വരവും വാങ്ങിച്ച് നടന്നപ്പോൾ അവിടെ ഒരു മണിമാളിക കണ്ടു. അപ്പോൾ ഇയാൾ വിചാരിച്ചു, ഇതിനേക്കാൾ ഭംഗിയുള്ള ഒരു മണിമാളിക എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. പെട്ടെന്ന് ഒരു വലിയ മണിമാളിക അവിടെ വന്നു. അപ്പോൾ ഇയാൾക്ക് സന്തോഷമായി. പക്ഷെ ഇയാൾ നോക്കിയപ്പം റോഡിൻ്റെ അപ്പുറത്ത് അതുപോലെയുള്ള 2 മണിമാളിക ആർക്ക് കിട്ടിയിരിക്കുന്നു? വിൻസ്ബർഗിന് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇയാൾക്ക് ചെറിയ ഒരു അസൂയ തോന്നി, എന്നേക്കാൾ കൂടുതൽ അവന് കിട്ടി. ഇദ്ദേഹം ആ മണിമാളികയിലേക്ക് കടന്നു. ആ മുറികളൊക്കെ ഇങ്ങനെ കണ്ടു. അങ്ങനെ മുറികളൊക്കെ കണ്ടപ്പോൾ ഇയാൾക്ക് പുതിയൊരാഗ്രഹം, സോഫിയ ലോറനെ പോലെ ഒരു സുന്ദരിയായ സ്ത്രീ എനിക്കിപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ. പറയുന്നതിന് മുമ്പ് സോഫിയ ലോറനേക്കാൾ സുന്ദരിയായ ഒരു സ്ത്രീ വന്നു. അപ്പോൾ ഇയാൾക്ക് സന്തോഷമായി. പക്ഷെ ഇയാൾ റോഡിനപ്പുറത്തേക്ക് നോക്കിയപ്പോൾ കാണാം, മട്ടുപ്പാവിൽ വിൻസ്ബർഗ് സോഫിയ ലോറനേക്കാൾ സുന്ദരിയായിട്ടുള്ള 2 സ്ത്രീകളുമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇയാൾക്ക് പതുക്കെ അസൂയ വന്നു. അപ്പോൾ ഇയാൾ യക്ഷിയമ്മയോട് പറഞ്ഞു, ഇനി എനിക്ക് ഒരു വരവും കൂടാണുള്ളത്. എൻ്റെ 2 കണ്ണുകളിൽ ഒരു കണ്ണിൻ്റെ കാഴ്ച അങ്ങ് കളഞ്ഞേരെ എന്ന് പറഞ്ഞാൽ അപ്പം വിൻസ്ബർഗിൻ്റെ 2 കണ്ണും എന്ത് ചെയ്യും? പോയി കിട്ടും. ഇതാണ് മനുഷ്യൻ. അവൻ ആഗ്രഹങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. ആഗ്രഹത്തിലൂടെ മൃത്യു ഒരു വലിയ വര തീർത്തിരിക്കുന്നു. ആഗ്രഹം വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അസൂയ ഉണ്ടാകും. അപ്പൊ ബുദ്ധൻ പറയുകയാണ്, നിങ്ങൾ ആഗ്രഹത്തെ ഉപേക്ഷിക്കുക. ആഗ്രഹത്തെ ഉപേക്ഷിച്ചാൽ ഒരു വലിയ കാര്യമാണ് ബുദ്ധൻ പറയാൻ പോകുന്നത്. മനുഷ്യ, ശരീരത്തിൽ നിന്നും ആത്മാവിലേക്കും ആത്മാവിൽ നിന്ന് ദൈവത്തിലേക്കും സഞ്ചരിക്കാൻ നീ ആദ്യം ചെയ്യേണ്ടത് ആഗ്രഹം ഉപേക്ഷിക്കുക. ആഗ്രഹം ഉപേക്ഷിച്ചാൽ താനെ അസൂയ പൊക്കൊള്ളും. കാരണം ആഗ്രഹത്തിൻ്റെ ബൈ പ്രോഡക്റ്റ്, ഉപോൽപ്പന്നമാണ് അസൂയ എന്ന് പറയുന്നത്. ഓർമ്മിക്കുക, ആഗ്രഹം എന്നത് ഇല്ലാതായി തീരുന്നതോടുകൂടി, ആഗ്രഹം എന്നത് ഇല്ലാതായി തീരുന്നതോടുകൂടി നിങ്ങൾ വെറും അവബോധം, വെറും ഊർജം മാത്രമായി മാറുന്നു. ഓർമ്മിക്കുക, ആഗ്രഹമില്ലാത്തവനെ കാണാൻ ബുദ്ധൻ ഒരു വലിയ തത്വം പറയുകയാണ്, കേട്ടോളണം. ആഗ്രഹമില്ലാത്തവനെ കാണാൻ മരണത്തിന് സാധ്യമല്ല. മരണത്തിനൊരിക്കലും ആഗ്രഹമില്ലാത്തവനെ കാണാൻ സാധ്യമല്ല. കാരണം ആഗ്രഹങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ കൂടിച്ചേരുമ്പോൾ ഈ ആഗ്രഹങ്ങൾ ഒരു സോളിഡ് ഫോം, ഒരു ഘനരൂപമായി മാറും.
ആ കനരൂപത്തെയാണ് യഥാർത്ഥത്തിൽ ആര് കാണുന്നത്? മരണം കാണുന്നത്. ആ കനരൂപം കണ്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആഗ്രഹമില്ലാത്ത ഒരുവൻ, അവന് ഈ കനരൂപമില്ല. അതുകൊണ്ട് നിങ്ങളെ തേടി വരുന്ന മരണത്തിന് നിങ്ങളെ കാണാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് മരണത്തെ കാണാൻ പറ്റും. എന്ത് മനോഹരമായൊരവസ്ഥയാണ്. ഈ ഭൂമിയിൽ ജീവിച്ച് ആരെങ്കിലും മരണത്തെ കണ്ടിട്ടുണ്ടോ? മരിച്ചു പോകാറുണ്ട്, പക്ഷേ മരണത്തെ കണ്ടിട്ടില്ല. ബുദ്ധൻ പറയുകയാണ്, ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്ന നിമിഷം, ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, പൂർണ്ണമായും അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണത്തിന് നിങ്ങളെ കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് മൃത്യുരാജനെ കാണാം, നിങ്ങൾക്ക് മരണത്തെ കാണാം. അപ്പം നിങ്ങൾക്ക് ചിരി വരും. കാരണം എന്തുകൊണ്ട്? മരണം എത്ര നിസ്സഹായനാണ്, എത്ര അശക്തനാണ്. മരണത്തെ ശക്തമാക്കുന്നത് എൻ്റെ ആഗ്രഹങ്ങളായിരുന്നല്ലോ. ദേ കണ്ടില്ലേ, എന്നെ തിരക്കി അലയുകയാണ്, അവൻ എന്നെ കാണാൻ പോലും പറ്റുന്നില്ല. ഓർമ്മിക്കുക, ആഗ്രഹമില്ലാതായി തീർന്നാൽ മരണത്തിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബുദ്ധനും സ്വാമി വിവേകാനന്ദനും നാരായണ ഗുരുവും വർദ്ധമാന മഹാവീരനും അങ്ങനെയുള്ള ഋഷിമാരെല്ലാം എന്ത് ചെയ്യുന്നത്? അവർക്കിഷ്ടമുള്ളപ്പോഴാണ് ഭൂമിയിൽ നിന്ന് പോകുന്നത്. മരണം കൊണ്ടുപോവുകയല്ല, അതിന് സമാധി എന്ന് പറയും. സ്വാമി വിവേകാനന്ദൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ്, ദാ 5 നിമിഷം ഞാൻ പോകാൻ പോവുകയാണ്. സമാധിയാണ് അല്ലേ? അപ്പൊ സ്വാമി വിവേകാനന്ദൻ, ശ്രീബുദ്ധൻ തൻ്റെ അനുയായികളെ വിളിച്ചിട്ട് പറയുകയാണ്, ഇതാ ഞാൻ പോകാൻ പോവുകയാണ്. നാരായണ ഗുരു, അങ്ങനെ ഋഷി വര്യന്മാർ, അവർക്ക് ഇഷ്ടമുള്ളപ്പം പോകാം. കാരണം മരണത്തിന് അവരെ കാണാൻ പറ്റില്ല. ഇല്ലേ, ഹിമാലയത്തിലെ ഗുഹകളിൽ ബാബ ജീവിച്ചിരിപ്പുണ്ട് എത്രയോ വർഷം, അല്ലെ, വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാ പറയുന്നത്. നമ്മുടെ സിനിമാ നടൻ രജനീകാന്ത് ഹിമാലയത്തിൽ പോകുന്നു എന്നും അദ്ദേഹത്തെ കാണാറുണ്ടെന്നും ആണ് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ബാബ എന്ന സിനിമ തന്നെ എടുത്തത്. അപ്പൊ ഹിമാലയത്തിലെ പല പ്രാന്ത പ്രദേശങ്ങളിലും 5000 വർഷം, മനസ്സിലായില്ലേ, 10000 വർഷം പ്രായമുള്ള ഋഷിമാരിരിപ്പുണ്ട്. കാരണം അവർക്ക് ആഗ്രഹങ്ങളില്ല. അപ്പോൾ അവര് ശുദ്ധമായ ഊർജമാണ്. ഈ ഊർജത്തെ കാണാൻ മരണത്തിന് സാധ്യമല്ല. അപ്പം മരണത്തിന് ഈ ഋഷിമാരെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഋഷിമാർക്ക് കാണാം മരണം വരുന്നത്. അപ്പോൾ അവർക്ക് ചിരി വരും. കഷ്ടം, നമ്മൾ മരണം ഒരു വലിയ കാര്യമെന്ന് പറയുന്ന മരണം, ഇവൻ ഇത്ര ദുർബലരാണല്ലോ, എൻ്റെ ആഗ്രഹങ്ങൾ ഇല്ലാതായാൽ പിന്നെ ഇവൻ എന്നെ കാണാൻ പറ്റില്ലല്ലോ. കാരണം മനസ്സിൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് ചുറ്റും ഒരു സോളിഡ് ഫോം, ഒരു കനരൂപം ഉണ്ടാക്കുമെന്ന് ബുദ്ധൻ കണ്ടറിഞ്ഞു. ആ കനരൂപം വെച്ചിട്ടാണ് മരണം നിങ്ങളെ തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് ഹിമാലയത്തിൽ 5000-ഉം 10000-ഉം വർഷം പഴക്കം ആയുസ്സുള്ള ആൾക്കാർ, അത്രയും വർഷമായി ജീവിക്കുന്ന ഋഷിമാരുള്ളത്. സ്വാമി വിവേകാനന്ദനൊക്കെ സ്വയം പോകുന്നതാണ്. അവരെ മൃത്യുരാജന് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളും ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം പോകാനേ പറ്റൂ. മരണത്തിന് നിങ്ങളെ ഒന്നും പറ്റില്ല. മരണം വരുന്നത് നിങ്ങളിങ്ങനെ സാക്ഷിയായി കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ബുദ്ധൻ പറഞ്ഞു, ആഗ്രഹങ്ങൾ കളയുക. ആഗ്രഹങ്ങൾ കളഞ്ഞാൽ നിങ്ങൾ ശരീരത്തിൽ നിന്നും ആത്മാവിലേക്ക് എത്തും. ശരീരത്തിൽ നിന്നും ആത്മാവിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മരണത്തെ കാണാൻ കഴിയും. അപ്പം നിങ്ങൾക്ക് ചിരി വരും. ആ ചിരി വരുന്നതോടുകൂടി അടുത്ത സ്റ്റെപ്പ്, ദൈവത്തിലേക്കുള്ള ആ സ്റ്റെപ്പ്, പ്രപഞ്ചത്തിലെ രഹസ്യങ്ങൾ ഒന്നൊന്നായി നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും. അങ്ങനെ തെളിഞ്ഞു വന്ന് കണ്ട ബുദ്ധനാണ് ഈ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുക. ആഗ്രഹവും അസൂയയും, പക്ഷെ ആഗ്രഹം ഉപേക്ഷിക്കുമ്പോൾ അസൂയയും പോകും. അതുകൊണ്ട് ബുദ്ധൻ ആഗ്രഹം എന്ന വാക്ക് മാത്രം പറയുന്നു. നിങ്ങൾ ആഗ്രഹം ഉപേക്ഷിക്കുക. അതോടെ ശരീരത്തിൽ നിന്ന് ആത്മാവിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾക്ക് പലരെയും തേടി അലയുന്ന മരണത്തെ കാണാൻ പറ്റും. നിങ്ങളെയും തേടി വരുന്ന മരണത്തെ കാണാൻ പറ്റും.
മരണം എത്ര നിസ്സഹായനാണെന്ന് മനസ്സിലാകും. അപ്പം നിങ്ങൾക്ക് ചിരി വരും. ആ അവസ്ഥയിൽ നിങ്ങൾ അടുത്ത സഞ്ചാരം തുടങ്ങിക്കഴിഞ്ഞു. ആത്മാവിൽ നിന്ന് ദൈവത്തെ കണ്ടെത്താൻ, ബുദ്ധൻ പറയും ധർമ്മത്തെ കണ്ടെത്താൻ, അല്ലെങ്കിൽ സത്യത്തെ കണ്ടെത്താൻ. ആ നിമിഷം നിങ്ങളുടെ മുന്നിൽ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ ഒന്നിനുമേൽ ഒന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരികയും നിങ്ങൾ ജ്ഞാനോദയം പ്രാപിക്കുകയും നിങ്ങൾ മരണത്തെ കീഴടക്കുകയും മരണത്തെ നോക്കി ചിരിക്കുന്നവനായി മാറുകയും ചെയ്യും. എൻ്റെ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ഓരോ രാധാഭക്തരും ഒന്നുകിൽ ഈ ജന്മം അല്ലെങ്കിൽ വരുന്ന ജന്മം അങ്ങനെ മരണത്തെ കണ്ട് ചിരിക്കുന്നവരാകട്ടെ. നമ്മുടെ മരണസമയം നമ്മൾ തന്നെ നിശ്ചയിക്കുന്നവരാകട്ടെ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം ह्रां रासेश्वरी राधिकायै स्वाहा।